ഹായ് ഗൈസ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂ ഇയറിനോടനുബന്ധിച്ച് ടോപ്പോയിൽ പുതിയതായി വന്ന കാർണിവലിനെ പറ്റിയുള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. പ്രവീൺ ചേട്ടൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ഏകദേശം 8:30 വൈൻഡപ്പ് ചെയ്തു. അതിനുശേഷം ഞങ്ങളിങ്ങനെ തിങ്ക് ചെയ്തു വേറെ എന്ത് ചെയ്യും. കാരണം എനിക്ക് ഇന്നത്തെ ദിവസം മാത്രമേ ഉള്ളൂ ഓഫ്. അപ്പോഴാണ് നമ്മൾ തിങ്ക് ചെയ്ത് കാർണിവൽ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്തു നേരെ കാർണിവലിലേക്ക് തിരിച്ചു. വണ്ടി റോഡ് സൈഡിൽ പാർക്ക് ചെയ്തതിന് ശേഷം നേരെ നടന്ന് ഞങ്ങൾ കാർണിവലിൻ്റെ അടുത്തെത്തി. നല്ലൊരു ലൈറ്റിങ്ങും അതുപോലെ തന്നെ പല റൈഡുകളാൽ സമ്പന്നമായിരുന്നു ഈ ഒരു കാർണിവൽ. കാർണിവലിൻ്റെ ടൈമിങ്ങിനെ പറ്റി ഒരു ധാരണയില്ലാത്തതിനാൽ ഓരോ റൈഡും കണ്ട് പയ്യെ ആസ്വദിച്ചാണ് ഞങ്ങൾ നീങ്ങിയത്. അങ്ങനെ ജൈൻറ്റ് വീലിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോഴാണ് നമ്മുടെ പ്രിയതമയ്ക്കും അതുപോലെ തന്നെ ജോലാപ്പനൊരാഗ്രഹം ജൈൻറ്റ് വീലിൽ ഒന്ന് കയറിയാലോ എന്ന്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ പോയി ടിക്കറ്റ് കൗണ്ടറിലേക്ക്. ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകും വഴി ഈ റൈഡുകളൊക്കെ ആസ്വദിച്ചാണ് പോയത്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ച ഓരോ റൈഡിനും സെപ്പറേറ്റ് ടിക്കറ്റ് ആയിരിക്കുന്നതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായേ എല്ലാ റൈഡിനും ഒരേ ടിക്കറ്റ് തന്നെയാണ്. ഒരു ടിക്കറ്റിന് $1.40 പക്ഷെ പല റൈഡിനും നമ്മൾ കൊടുക്കേണ്ട ടിക്കറ്റുകളുടെ എണ്ണം ഡിഫറെൻ്റ് ആണ്. ഒന്നും മനസ്സിലായില്ലല്ലേ? സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനൊരു റൈഡിലൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു സ്ക്രീൻ മെഷീനിൽ നമുക്ക് കയറാനായിട്ട് വേണ്ടത് നമുക്ക് 6 ടിക്കറ്റാണ്. അതായത് ഒരു ടിക്കറ്റിൻ്റെ വില $1.40. സോ 6 ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ വരുന്നത് $8.40. അപ്പോൾ അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ ജെയിൻ വീലിൻ്റെ ഫ്രണ്ടിൽ വന്നേക്കുവാണ്. അപ്പോൾ അവിടെ ഫുൾ ബിസിയാണ്. അപ്പം അങ്ങനെ ജെയിൻ വീലിലേക്ക് വേണ്ട ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ അഡൽസിന് 7 ടിക്കറ്റും ചിൽഡ്രന് 5 ടിക്കറ്റുമാണ്. അപ്പോൾ 7 5 12 ടിക്കറ്റാണ് നമുക്ക് അവിടെ വേണ്ടി വരുന്നത്. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. ഈ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് 9:30 വരെയാണ് ഇവർ ഓപ്പണിംഗ് ഉള്ളൂ. 9:30 ശേഷം ഇതെല്ലാം ക്ലോസ്ഡ് ആണ്. നമ്മളിപ്പോൾ ഇവിടെ എത്തിയത് ഏകദേശം 9:10 ആയപ്പോഴാണ്. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊരു 1 2 റൈഡിൽ കയറാനുള്ള ഒരു സമയമേ ഉള്ളൂ. അങ്ങനെ ഇവർ രണ്ടാളും ഭയങ്കര ത്രില്ലിലാണ്. ഇതിനകത്ത് കയറിക്കഴിഞ്ഞ് എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ. നമ്മുടെ നാട്ടിൽ ഒരു 1.5 വർഷം മുമ്പ് ലാസ്റ്റ് ഒല്ലൂര് പെരുന്നാളിന് പോയപ്പോൾ അവിടെ വച്ച് ഇതുപോലൊരു ജൈൻറ്റ് വീലിൽ കയറിയായിരുന്നു. അപ്പോൾ അത് ഇതിനേക്കാളും വലുതായിരുന്നു. നമ്മുടെ നാട്ടിലറിയാലോ, പെരുന്നാളുകൾക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ കയറിയപ്പോൾ അത് ഭയങ്കര സ്പീഡിലൊക്കെയാണ് കറങ്ങിയത്. നല്ല പോലെ നമ്മൾ ശരിക്കും ഒരു ആ ഒരു ഫീല് തന്നെ നമുക്ക് വന്നായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇവർ കയറിയേക്കുവാണ്. അപ്പോൾ ഇവരൊക്കെ പേടിച്ച് കമ്പിക്കൂടിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ശുക്കൂണിയാണെങ്കിൽ ഞാൻ പിടിച്ചു. അപ്പോൾ ഇവർ അങ്ങോട്ട് പയ്യെ നീങ്ങുവാണ്. ആളെ കയറ്റി ഇറക്കി പോരുവാണ്. പക്ഷെ ഇത് കറങ്ങി തുടങ്ങിയപ്പോൾ മനസ്സിലായ ഇതിന് ഒരൊറ്റ സ്പീഡ് മാത്രമേ ഉള്ളൂ. ആ ഒരു സ്പീഡ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോവിലാണ്. ഇവിടുത്തെ സേഫ്റ്റിയും പ്രിക്കോഷൻസൊക്കെ വെച്ചിട്ടായിരിക്കും ഇവർ ഈ ഒരു സ്പീഡിൽ കറക്കുന്നത്. അപ്പം ഇതിൽ അറിയാലോ, വലിയ കാര്യമായിട്ടൊന്നും പേടിക്കാനൊന്നുമില്ല. അപ്പോൾ അവരെല്ലാം വളരെ ജോളിയായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്ന് ജസ്റ്റ് ആ ഒരു ടോപ്പിലെത്തുമ്പോൾ ഉള്ള ആ ഒരു ഫീലിങ്സ് അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലത്തെ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. പക്ഷെ ജെയിൻ വീലിന് അപ്പുറത്തൊരു സാധനം കിടന്ന് കറങ്ങുന്ന കണ്ടില്ലേ, അതൊരു 1.5 മുതലാണ് കേട്ടോ.
അതിൽ ആൾക്കാരൊക്കെ ഈ പറഞ്ഞ പോലെ നിൽക്കുവാണ്. നമ്മൾ കയറി നിന്ന് അവർ ലോക്ക് ചെയ്ത് സംഭവം കിടന്ന് കറങ്ങുവാണ്. ആ കറങ്ങുന്ന കൂട്ടത്തിൽ സംഭവം ചെരിയുന്നുണ്ട്. നല്ല ഒരു 90 ഡിഗ്രി വരെ ചെരിയുന്നുണ്ട്. കണ്ടില്ലേ, ഇതാണ് സംഭവം. ആൾക്കാർ കംപ്ലീറ്റ് അതിൽ ലോക്ക്ഡാണ്. അപ്പോൾ ഈ ഒരു ആംഗിളിലാണ് അത് കിടന്ന് കറങ്ങുന്നത്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ നല്ല ഒരു പേടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ നമുക്കതിൽ കയറാൻ പറ്റിയില്ല. പിന്നെ ശുക്കുവിനെയും കൊണ്ട് നേരെ പോയത് കുതിരയുടെ മുകളിൽ കയറാനാണ്. അപ്പം നമ്മളൊരാൾ സപ്പോർട്ടിങ്ങിന് വേണ്ടി വേണം. കുതിര പൊന്തും താഴും ആ ഒരു ടൈപ്പ് ഉണ്ട്. സ്റ്റഡി ആയിട്ടിരിക്കുന്ന കുതിരയുണ്ട്, പിന്നെ കാറ്, ബൈക്ക്, അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. ശുക്കുനാണെങ്കിൽ ആദ്യം കയറി കഴിഞ്ഞപ്പോൾ അവന് ചെറുതായിട്ടൊരു പേടി വന്നു. കുതിരയൊക്കെ പൊങ്ങണം താഴെ കണ്ടപ്പോൾ ഒരു പേടി വന്നു. കുതിരയുടെ മുകളിൽ കയറി നിന്ന് അവസാനം അവന് കാറ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ കാറിൽ കൊണ്ടുപോയി ഇരുത്തി. അപ്പോൾ ചെക്കന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവൻ കാറിൽ കിടന്ന് ഡ്രൈവിങ്ങും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുമായിരുന്നു. ആ ഒരു റൈഡ് കഴിഞ്ഞത് അടുത്ത ഒരു റൈഡിലേക്ക് പയ്യെ ഞങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. ഈ ഒരു റൈഡിൻ്റെ പേരാണ് കപ്പും സോസറും. അപ്പോൾ നമ്മൾ നേരെ കയറി ആ ഒരു കപ്പിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യം ജോലാപ്പൂനെ ഒറ്റയ്ക്ക് വിടാനാണ് പ്ലാൻ ഉണ്ടായത്. പിന്നെ നോക്കി കഴിയുമ്പോൾ ശുക്കും കൂടിയും വാശി പിടിച്ചു എനിക്കും കൂടിയും പോകണം എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, ഞാനും ശുക്കും അതുപോലെ തന്നെ ജോലാപ്പും അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ആ ഒരു കപ്പും സോസറിലും കയറി. അങ്ങനെ ഞാൻ അവനെയും കയറ്റി അതിൻ്റെ ഉള്ളിൽ ഇരുത്തി കഴിഞ്ഞ് നമുക്കതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്റ്റിയറിംഗ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റിയറിങ്ങിൽ പിടിച്ച് നമുക്ക് തിരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ കിടന്ന് കറങ്ങും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു റൈഡും കറങ്ങും. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കപ്പും നമ്മൾ തിരിക്കുന്ന അനുസരിച്ച് കറങ്ങും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സെറ്റപ്പ്. തുടക്കമൊക്കെ ശുക്കുവിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയെങ്കിലും പിന്നെ പയ്യെ അവന് കരച്ചിൽ വന്നു തുടങ്ങി. അവൻ മമ്മേനെ കാണണം, മമ്മയുടെ അടുത്ത് പോകണം, ആ ഒരു രീതിയിലേക്കായി. ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു തിരിക്കാനും, സ്റ്റീറിങ് തിരിക്കാനും ഓടിക്കാനൊക്കെ. പിന്നെ കറക്കം കൂടിക്കൂടി വന്നപ്പോൾ അവന് ചെറുതായിട്ട് ഒരു പേടി അങ്ങനെ വന്നു തുടങ്ങി. മാത്രമല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണെങ്കിൽ നല്ല കരച്ചിലായി, ചാടും എന്നുള്ള രീതിയിൽ വന്നപ്പോൾ റൈഡ് നിർത്തി. അങ്ങനെ ആ ഒരു കുട്ടീനെ ഇറക്കി. അപ്പോൾ ഇതെല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും ഇത് എൻജോയ് ചെയ്യാൻ പറ്റണമെന്നില്ല. പിന്നീട് കണ്ടൊരു റൈഡാണ് ഈ കാണുന്നത്. നമ്മുടെ വണ്ടർലയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിൽ കയറിയ ആൾക്കാരൊക്കെ നല്ലൊരു അഡ്വഞ്ചർ ആയിരുന്നു ഈ ഒരു സംഭവം. പക്ഷേ ഇത് നമുക്ക് കയറാൻ പറ്റിയില്ല, കാരണം സമയം ഏകദേശം 9:30 അടുത്തെത്തിയിരുന്നു. അപ്പോൾ ടിക്കറ്റ് കൗണ്ടേഴ്സ് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഓൾറെഡി വാങ്ങിച്ച ആൾക്കാരാണ് ഇപ്പം ഇതിനകത്ത് കയറുന്നത്.
പിന്നെ അതിൽ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് വേറൊരു ഗെയിം കാണുന്നത്. ഇതിന് $6 ഈ ഒരു ഗെയിമിലേക്കുള്ള ചാർജ്. വേറൊന്നുമല്ല, നമ്മൾ ചൂണ്ടയിടുവാണ്. അപ്പോൾ ഈ ഒരു ചൂണ്ട ഇട്ടിട്ട് സത്യം പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. എങ്ങനെ വെറുതെ ചൂണ്ട ഇട്ടിട്ട് മതിയോ അതോ ചൂണ്ടയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മീനെയും കൊണ്ട് പോകാൻ പറ്റുമോ? മീൻസ് ഇതൊരു ഡമ്മി മീൻസാണ്. അപ്പം ഞാനിത് കണ്ടുകൊണ്ടിരിക്കുവാണ്. പിന്നീടാണ് മനസ്സിലായത് ഇത് ചൂണ്ടയിട്ട് നമുക്കൊരു മീനെ കിട്ടിക്കഴിഞ്ഞാൽ ആ മീനിൻ്റെ വെയിറ്റ് അനുസരിച്ച് നമുക്കവിടെ പ്രൈസ് കിട്ടും. അപ്പോൾ അതിനകത്ത് അവിടെ ബാക്ക് സൈഡിൽ അതിൻ്റെ വെയിറ്റിൻ്റെ കൗണ്ട് എഴുതി വെച്ചിട്ട് അതിൻ്റെ നമ്പേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയാണോ വെയിറ്റ് ഉള്ളത് അപ്പോൾ ആ ഒരു വെയിറ്റ് അനുസരിച്ച് നമുക്ക് അതിൻ്റെ ഒരു പ്രൈസ് കിട്ടുവാണ്. അപ്പോൾ അതിപ്പോൾ ആ കുട്ടി ഒരു ചൂണ്ട ഇട്ടു. അപ്പോൾ അത് മീനെ കിട്ടി. അപ്പോൾ മീനിൻ്റെ വെയിറ്റ് നോക്കുവാണ്. അപ്പോൾ ആ ഒരു 10 എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ 10ത്തെ ഏതെങ്കിലും ഒരു ഗിഫ്റ്റാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഗെയിം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെയും നമ്മൾ കുറേ ഗെയിംസൊക്കെ കണ്ടു. ബാസ്ക്കറ്റ് ബോള്, പിന്നെ അതുപോലെ തന്നെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോരോ ഗെയിംസ്, ഷൂട്ടിംഗ് ആയിട്ടും ബോൾ വീക്കലായിട്ടും അങ്ങനെ പല ഗെയിംസും ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ നാട്ടിൽ കാണാറുള്ള ഡാൻസിങ് കാറ്, നമ്മുടെ സാധാരണ ഇതൊക്കെ പണ്ടൊക്കെ നമ്മുടെ ക്രേസായിരുന്നു ഈ ഒരു ഇതിനകത്ത് കയറുക എന്നുള്ളത്. അപ്പോൾ അത് കണ്ടിരുന്നു. പക്ഷെ നമുക്ക് അതിനകത്ത് ഇപ്പോൾ കയറാൻ പറ്റത്തില്ല, കാരണം ഓൾറെഡി ടിക്കറ്റ് കൗണ്ടറെല്ലാം ക്ലോസ്ഡായി. അപ്പോൾ ഇതിനകത്ത് വേറൊരു ഐസ് ബ്രേക്കിംഗ് ആ ഒരു സംഭവമുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ പയ്യെ നടന്ന് നമ്മളിത് അടുത്ത ഗെയിംസൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്തെത്തി. അപ്പോൾ ഒരു 2 കുട്ടികൾ നമുക്കവർ ഒരു ബോൾ തരും. ആ ഒരു ബോൾ കൊണ്ട് നമ്മൾ വീക്കി ആ 3 കുപ്പികളും താഴെ ഇടണം. അൺഫോർച്യുനേറ്റ്ലി ആ കുട്ടിക്ക് പറ്റിയില്ല. ആക്ച്വലി അതൊരു സാധാരണ കുപ്പിയല്ല, ഇരുമ്പിൻ്റെ കുപ്പികളാണ് 3. അപ്പോൾ അവർക്ക് പറ്റിയില്ല. $5 നമുക്കൊരു ഇതിന് വേണ്ടി വന്നത്, ഒരു ഗെയിമിനായിട്ട് ഉള്ളത്. അങ്ങനെ നമ്മൾ പിന്നെയും ഓരോ ഗെയിംസ് നോക്കി ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ ഈ ഒരു ഗെയിം കണ്ടില്ലേ, ജോക്കറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടിക്കൊണ്ടിരിക്കുവാണ് ഒരേപോലെ. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. പിന്നെ അത് ഈ ഒരു ഗെയിമിൽ 3 ബോളും കൂടി ഒരുമിച്ച് നമ്മൾ ആ ഒരു ബക്കറ്റിലിട്ടാൽ നമുക്ക് പ്രൈസ് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഗെയിം വരുന്നത്. അപ്പോൾ അതേ നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരാൾ ഈ ഒരു ഗെയിം കളിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. അപ്പോൾ ആൾ 3 ബോൾ ആ ഒരു ബക്കറ്റിൽ വീഴ്ത്തണം. അപ്പോൾ അതേ സെക്കൻഡ് ബോൾ ആളുടെ പോയി. അത് ആ 3rd ബോളാണ് ഇപ്പോൾ ഇടുന്നത്. 3rd ബോളും ഇതേ പോയിരിക്കുകയാണ്. അപ്പോൾ ആൾ പ്രൈസൊന്നും കിട്ടിയില്ല. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഡക്കൊക്കെ തന്നെ ഒഴുകി നടക്കുന്നു. അപ്പോൾ ഇതും ഏകദേശം ചൂണ്ടയിടുന്ന ആ ഒരു സെറ്റപ്പ് തന്നെയാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ അവസാനം നമ്മൾ ബലൂണിൻ്റെ കടയ്ക്ക് എത്തി. അപ്പോൾ ഇത് കൂടി കഴിഞ്ഞു. അപ്പോഴാണ് നമ്മളൊന്ന് റീതിങ്ക് ചെയ്ത് വെറുതെ എന്തായാലും വന്നതല്ലേ, ഒരു ഗെയിം കളിച്ചിട്ട് പോവാം. അപ്പോൾ തിരിച്ച് നേരെ ആദ്യം കണ്ട ആ ഒരു സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ ഇവിടെ ശുക്കു ആ ഒരു ബോള് ട്രൈ ചെയ്യുവാണ്. നമ്മുടെ കുപ്പി വീക്കി പൊട്ടിക്കണം എന്നുള്ളൊരു ഉറച്ച ദൃഢനിശ്ചയത്തിലാണ്. പക്ഷെ വീക്കണ കണ്ടിട്ട് എന്തോ വെറുതെ ഒരു ബോൾ വീക്കുള്ള ആ ഒരു പ്രതീതിയാൾ. അപ്പോൾ 2-3 തവണ ട്രൈ ചെയ്തു. അപ്പോൾ എല്ലാവരും മാറിയൊക്കെ നിൽക്കാൻ പറഞ്ഞു. പക്ഷെ ഒരു രക്ഷയില്ല, ശുക്കൂലാണെങ്കിൽ പറ്റുന്നുമില്ല. എന്നിട്ട് അവസാനം ഞാൻ പേയ്മെൻ്റൊക്കെ ചെയ്ത് ഒരു തവണ ഒന്ന് വീക്കിയാലോ എന്നൊന്ന് ട്രൈ ചെയ്യുവാണ്. 2 കൽപ്പിച്ചൊരു വീക്ക് അങ്ങോട്ട് വീക്കി. പക്ഷേ അത് നിർഭാഗ്യവശാൽ 2 പോയുള്ളൂ. പിന്നെ നേരെ ജോലാപ്പ് പോയി ജോക്കറിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ജോലാപ്പൂനും ഒരു ഗെയിം കളിക്കണം എന്ന് പറഞ്ഞ്, അപ്പോൾ ജോക്കറിൻ്റെ ഉള്ളിൽ കൂടെ അവർ 5 ബോൾ തരും. അപ്പോൾ ഈ 5 ബോൾ നമ്മൾ ജോക്കറിൻ്റെ വായക്കോടെ ഇട്ട് അവർ ഏത് ഇതിനകത്താണോ പോയിന്റിലാണോ ഏത് നമ്പറിലാണോ വീഴുന്നത് അതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗിഫ്റ്റ് പ്രൈസ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഗെയിം. അപ്പം അങ്ങനെ ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്തു. $5 തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പം നമ്മൾ ചുമ്മാ അതും ഒരു പേയ്മെൻറ്റൊക്കെ ചെയ്ത് ജൂലാപ്പ് കളിക്കാൻ തുടങ്ങുവാണ്. അവർ 5 ബോൾ തന്നു. അപ്പോൾ ഒരു ജൂലാപ്പ് ബ്ലൂ ആണ് തിരഞ്ഞെടുത്തേക്കുന്നത്.
അങ്ങനെ ജോലാപ്പ് ആദ്യത്തെ ഇട്ട് കഴിഞ്ഞപ്പോൾ നേരെ വന്ന് വീണത് 5-ലാണ്. അപ്പോൾ വിചാരിച്ച് എന്തായാലും നല്ല വല്ല സമ്മാനം കിട്ടുമെന്ന്. പക്ഷേ രണ്ടാമത്തെ മൂന്നാമത്തെയും വീണത് 1-ലും 3-ലുമാണ്. പിന്നെ 4, 5 ആ ഒരു 4-മത്തെ അവൾ നോക്കി സൂക്ഷിച്ചാണ് ഇട്ടത്. പക്ഷെ അതും വന്ന് വീണത് 1-ലാണ്. അപ്പോൾ അങ്ങനെ അവസാനത്തെ ഇട്ടു. അവസാനത്തെ വന്ന് വീണത് 2-ലാണ്. അപ്പോൾ എല്ലാം കൂടി കൂട്ടിയപ്പോൾ 12 പോയിൻ്റാണ് കിട്ടിയത്. അപ്പോൾ 12 പോയിൻറ്റിനായിട്ട് അവർ എന്തോ ഒരു ഗിഫ്റ്റ് തന്നു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, പപ്പ മത്സരിച്ചിട്ട് ഒരു ഗിഫ്റ്റ് പോലും കിട്ടിയില്ല, ഞാൻ മത്സരിച്ചിട്ട് എനിക്കിതെങ്കിലും കിട്ടിയില്ലേ എന്നും പറഞ്ഞാണ് ജോലാപ്പൂൻ്റെ ആ ഒരു മുഖഭാവം. അപ്പോൾ അതിൻ്റെ പ്രൈസ് കിട്ടിയത് ഈ ഒരു റിങ്ങാണ്. അങ്ങനെ നമ്മൾ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളങ്ങനെ ഈ വർഷത്തെ കാർണിവലൊക്കെ കണ്ട് നമ്മളങ്ങനെ പയ്യെ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പം ബൈ.